പാവം വസുന്ധര. അവളുടെ കാര്യം കഷ്ടം തന്നെ. സ്വന്തം ജീവിതം മറന്ന് കുടുംബത്തിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അവളെ സ്നേഹിക്കാൻ ഒരു പുരുഷൻ വരില്ലെന്ന് അവക്കറിയാം. അതിനുവേണ്ടി അവൾ എടുത്തണിഞ്ഞ മുഖംമൂടിയാണ് പുരുഷവിദ്വേഷം. വക്കീലും ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയാം. അർത്ഥമില്ലാത്ത ഈഗോ ക്ലാഷിന്റെയോ പ്രൊഫഷണൽ ജലസിയുടെ പേരിൽ ഡോളിയുടെ ഭാവി പോലും മറന്ന് നിങ്ങൾ പിരിഞ്ഞത് മണ്ടത്തരായിപ്പോയി. ഭാഗ്യം കരുതുന്ന പോലെ പ്രൊഫഷണൽ ജലസിയുടെ പേരിലൊന്നുമല്ല ഞങ്ങൾ സെപ്പറേറ്റ് ആയത്. എന്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത കേസിൽ എന്റെ അപേക്ഷ മാനിക്കാതെ അയാൾ എതിർഭാഗത്തിനു വേണ്ടി ഹാജരായി. ഞങ്ങൾ തമ്മിലുള്ള ഉരസലിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. ഒരിക്കലും ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ വ്യക്തിത്വം ആ മനുഷ്യനെ അംഗീകരിച്ചിട്ടേയില്ല. കുറച്ചൊരു വിട്ടുവീഴ്ച മനോഭാവം നാൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യം, അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ടോണി ഭാഗ്യം വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഞാൻ ഒരു സ്റ്റെപ്പ് താന്ന അയാൾ 4 സ്റ്റെപ്പ് പൊങ്ങും. എന്നാലും ഡോളിയുടെ മനസ്സ് വേദനിക്കാതിരിക്കാനെങ്കിലും നാൻസി വാശി ഉപേക്ഷിക്കണം. ആ മനുഷ്യൻ പഠിച്ച നിയമം ഞാനും പഠിച്ചത്. ആ നിയമം വെച്ച് ഒരിക്കലെങ്കിലും എനിക്ക് അയാളെ ഒന്ന് തോൽപ്പിക്കണം. എന്നിട്ടാകാം റീതിങ്കിങ്. എന്താ ഭാഗ്യം? എന്തോ വല്ലാതെ വരുന്നു. നാൻസി പതുക്കെ പോയാ മതി. ഇന്നും അയാളിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഈ നഗരത്തിൽ അയാൾ എന്തിനായിരിക്കും വന്നത്? എന്നെ തേടിത്തന്നെയാകുമോ? സ്വിച്ച് ബോർഡ് ഒന്ന് നോക്ക്. ലൈൻ കട്ട് ചെയ്തതാണോ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താണോ എന്നറിയാലോ. എന്റെ പനച്ചുമൂട്ടി ഭഗവതി വടിയായെന്നാ തോന്നുന്നത്. അയ്യോ, കരുന്നക്കെടുത്ത് വളയ്ക്കാതെ. വക്കീലെ, പോലീസിന് ഫോൺ ചെയ്. വക്കീലെ, ഒരു മിനിറ്റ്. ആരാ എന്താന്നറിയാതെ പോലീസിന് ഫോൺ ചെയ്താൽ എങ്ങനെയാ? അയാൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ വാദി പ്രതിയാവും. വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവര് പുറപ്പെട്ടോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി പോലീസിനെ അറിയിക്കുന്നത്.
ഇയാൾ ആരാ എന്തിനാ വന്നതെന്ന് നമുക്കങ്ങനെ അറിയാം. മോഷ്ടിക്കാനായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ അർദ്ധരാത്രി ഒരുത്തൻ എന്തിനാ ഇതിനകത്ത് വലിഞ്ഞു കയറുന്നത്? അത് ശരിയാ. പക്ഷേ സൂപ്രണ്ടിന്റെ അടി കൊണ്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വകുപ്പ് വേറെയാ. പൊന്നമ്മ, ഒരുവടം വെള്ളം ഇങ്ങട്. ബോധം വീഴുമെന്ന് നോക്കാം. ഞാനിത് എവിടെയാ? നരകത്തി. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് പാതിരായ്ക്ക് വലി കയറിയിട്ട് എവിടെയാണെന്നോ? എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടോ? ഡോ വാ തുറന്ന് കാര്യം പറയടോ. താൻ ആരാ? പറയടോ. പറയാൻ മെനക്കെടുണ്ടാക്കാതെ. താൻ ആരാ? ഇക്രു. ഏ? ഇക്രു. ഇക്രു? ആന്റിമാര് പറ, ഞാനിത് എവിടെയാ? കേട്ടിടത്തോളം ഇത് അപ്നേഷ്യ എന്ന രോഗമാകാനാണ് സാധ്യത. ചിലപ്പോ വീഴ്ചയിലോ അപകടത്തിലോ പെട്ട് ഒരാളുടെ ഓർമ്മ മുഴുവൻ നശിക്കുന്നത് അപൂർവമായി സംഭവിക്കാറുണ്ട്. പക്ഷെ ഡോക്ടർ, ഇതൊരു 3-4 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്നാ തോന്നുന്നത്. ദാറ്റ്സ് വെരി സ്ട്രേഞ്ച്. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയാനാണ്? ബെറ്റർ കൺസൾട്ട് എ ന്യൂറോ സർജൻ. ആട്ടെ, നാൻസിയുടെ ആരാ ഈ പേഷ്യന്റ്? എന്റെ ഒരു കൂട്ടുകാരിയുടെ ചിറ്റമ്മ. Twinkle, twinkle, little star, how I wonder what you are. Up, the birds so high, like you. ഏതാവതൊന്ന് പറഞ്ഞു തൊലയ്ക്കെന്റെ പോസ്റ്റേ. നിങ്ങളൊന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്റെ അഭിപ്രായത്തിൽ ഒന്നിൽ ഇതാ അമ്പിയെ പോലെ മന്ദബുദ്ധിയ, അല്ലേനാ പൈത്യന്താ. ഇന്നലെ രാത്രി തൊട്ടേ ഞാൻ പറയുന്നതാണ് ഇതിനു മുമ്പ് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ അത് എവിടെ വെച്ചാണെന്നുള്ളതാണ് പിടികിട്ടാത്തത്. Open your mouth. ഇനി ഒരു പക്ഷേ പോസ്റ്റ് എവിടെയെങ്കിലും കത്ത് കൊടുക്കാൻ പോയപ്പോ കണ്ടിട്ടുണ്ടോ? ആ, കിട്ടിപ്പോയി. Excuse me, madam. ആ, 5 days back, I sent a letter to Delhi by speed post. The addressee informed me that the letter has not reached him. If it does not cause any inconvenience, please remove this speed post board and put slow post. Thank you. എന്റെ ഇത്രയും കാലത്തെ പോസ്റ്റൽ ലൈഫിനിടയിൽ സ്ത്രീകളോട് ഇത്രയും മാന്യമായി പരാതി പറയുന്ന ഒരു വ്യക്തി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അതും ഇംഗ്ലീഷിൽ. അപ്പടിയാനാ പോസ്റ്റ് ഓഫീസിൽ തിരക്കേയുടെ അഡ്രസ് കിടക്കുമേ. വിവരക്കേട് പറയാതെ എന്റെ സൂപ്രണ്ടേ, കത്തയക്കുന്നവരുടെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സൂക്ഷിക്കാറില്ല. ഇയാൾ ഇത്ര വലിയ മാന്യനായിരുന്നെങ്കിൽ പാതിരേക്ക് ഇങ്ങോട്ട് എഴുന്നള്ളി വന്നെന്തിനാ? അതന്നെ. അതൊന്നും എനിക്കറിയില്ല. ഇനി വന്നത് എന്തിനായാലും സൂപ്രണ്ടിന്റെ അടി കറക്റ്റ് ആയിട്ട് മർമ്മത്ത് കൊണ്ടതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആയെന്നുള്ളത് ഉറപ്പ്. അപ്പടി ചൊല്ലാതെ. ஓ மாமி, ആവാ போதும். சஸ்பென்ஸ் போடாம விஷயத்தை சொல்லுங்க. നേരത്തേക്ക് അർദ്ധരാത്രി വരയ്ക്കും മഠത്തിലെ ലൈറ്റ് എരിഞ്ചത്. അതവര് ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നായിരിക്കും. അയ്യോ, ഇല്ല ഇല്ല, ഞാൻ കാലത്തെ വെള്ളം പിടിക്കാൻ ചെന്നപ്പോഴേക്കും അകത്ത് ആരോ അടക്കി പിടിച്ച് കുശു കുശു കുശാന്ന് സംസാരിക്കുന്ന കേട്ടു. പ്രത്യേകിച്ച് ആരെങ്കിലും കണ്ടോ? പാക്കലിയേ, ഞാനേ രാവിലെ പൂവിക്കാൻ ചെന്നപ്പോഴേ അവരകത്തോട്ടും കേട്ടല്ലേ പൂവും വാങ്ങലേ. ഡാൻസ് പഠിക്കാൻ വന്ന പെമ്പിള്ളേരാ വസുന്ധര പറഞ്ഞിടുന്നത് ഞാൻ ഓ, അതിവൻ കണ്ടു കാണും. അങ്ങനെയാണ്. എവിടെയോ എന്തോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട്.